വിവേചിക്കുവാൻ നമുക്ക് കഴിവ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ അല്ലെങ്കിൽ 2:13 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 കൂട്ടരെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നത് ആത്മീകർ അല്ലെങ്കിൽ സ്പിരിച്വൽ മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നത് ഹല്ലേലൂയ, ആത്മീകൻ സകലവും എന്തുവാണ് വിവേചിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരാത്മീകൻ എന്തുവാണ് സകലത്തെയും വിവേചിക്കുവാനുള്ളതായ ഇൻസൈറ്റ് എന്തുവാണ് ഒരാത്മീയന് കർത്താവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. അപ്പോൾ നമ്മളെ തന്ത്രം കൊണ്ട് ഒതുക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ, വ്യാജ സൽക്കാരങ്ങളും കൊണ്ട് എന്നെയും നിന്നെയും എന്തുവാണ് ഓഫർ ചെയ്ത് തകർക്കുവാൻ നോക്കുന്നതായ ശത്രുമേലെ ജയിക്കണമെങ്കിൽ എന്തുവാണ് ആത്മീകരെന്ന് പറയുന്നതായ എനിക്കും നിനക്കും വേണ്ടിയതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേചിക്കുവാൻ ഒരു കഴിവ് വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. ഹല്ലേലൂയ. ജഡീകന് വിവേചിക്കുവാനായിട്ട് കഴിയുകയില്ല. അല്ലെങ്കിൽ ഹല്ലേലൂയ അവിടെ പ്രാകൃത മനുഷ്യനുണ്ട്, അവൻ എന്തുവാണ് ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല, അവനും എന്തുവാണ് വിവേചിക്കുവാനുള്ളതായ കഴിവും അറിവും അവനില്ല. ജഡീകന്മാർക്കും പലപ്പോഴും എന്തുവാണ് വിവേചിക്കുവാനുള്ളതായ കഴിവില്ല. എന്നാൽ ഒരാത്മീകൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തിക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നതായ ഒന്നാണ് വിവേചിക്കുക എന്നുള്ളത്. അപ്പോൾ ഹല്ലേലൂയ വ്യാജ സൽക്കാരങ്ങളെയൊക്കെ ജയിക്കുവാനായിട്ട്, വ്യാജ തന്ത്രങ്ങളെ ശത്രുവിന്മേ ജയിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടതായ രണ്ടാമത്തെ ആയുധം അല്ലെങ്കിൽ ആ തന്ത്രത്തെ ജയിക്കണമെങ്കിൽ എന്തുവാണ് നമുക്ക് ഒരു വിവേചിക്കുവാനുള്ളതായ കൃപ വേണം. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കും, കർത്താവ് വിവേചിക്കുവാനുള്ളതായ കൃപ എനിക്ക് തരണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പണ്ട് വിവേചിക്കുവാനുള്ള കൃപയൊന്നും എനിക്ക് അധികമൊന്നും ആദ്യകാലങ്ങളില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞാൻ ഈ ഗോസൽ പോറേഷ്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ആദ്യകാലങ്ങളിൽ എൻ്റെ അങ്കിളിൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കോടാനുകോടി രൂപ അവർക്ക് ആസറ്റുള്ളതായ ഒരു വലിയ ഓർഗനൈസേഷനാണ്. ഞാൻ അതിനെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ 1 കോടി രൂപയൊക്കെ അന്നൊക്കെ സാങ്ഷൻ ചെയ്ത് കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ചെലവഴിക്കണമെങ്കിൽ എൻ്റെ ഒരു ഒപ്പ് മതി. അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും ഞാൻ പല മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി ബൈബിൾ സ്കൂൾ നടത്താമെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നാൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവിടെ ഒരാളെ വിട്ട് അന്വേഷിക്കുമ്പോൾ പുള്ളി പോൾട്രി ഫാം തുടങ്ങിയിരിക്കുക. ബൈബിൾ സ്കൂളിന് പൈസ വാങ്ങിച്ചത്, പക്ഷേ പോൾട്രി ഫാമാണ് പുള്ളി തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂട്ടർ 10 സ്കൂട്ടർ വേണം ഞങ്ങളുടെ വേലക്കാർക്ക്. 10 സ്കൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വാങ്ങും, 9 പുള്ളിയുടെ പോക്കറ്റിൽ കിടക്കും. അങ്ങനെയുള്ളതായ അവസ്ഥകൾ എൻ്റെ അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ ഞാൻ ആദ്യകാലങ്ങളിൽ വെളിപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു സക്രിയ പാസ്റ്ററുണ്ട് ട്രിവാൻഡ്രത്തെ, അദ്ദേഹം ഒരു പ്രവാചകനാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഒരു മണ്ടനാണ്, ഒരു പാവമാണ്, എനിക്ക് ഈ അടവൊന്നും അധികം അറിയാൻ, എന്നെ ഒത്തിരി പേര് പറ്റിക്കുന്നുണ്ട്, എനിക്ക് വിവേചിക്കുവാനോടൊന്നും സാധിക്കുന്നുണ്ട്, പലരും അതിനെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഈ സക്രിയ പാസ്റ്റർ എന്ന് പറയുന്ന ഭക്തനായ ഒരു കൊച്ചു പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, ജോയിക്കുട്ടി, വിവേചിക്കുവാനായിട്ട് നമുക്ക് കർത്താവ് കഴിവ് തരും. അപ്പോൾ ആ വിവേചിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ കർത്താവ് ഒരു വരം തരാൻ വേണ്ടി, അതൊരു വരമാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ സിൻസിയറായിട്ട്, ചെറുപ്പമല്ലേ, ഞാനിത് കേട്ടപ്പോൾ ഈ സക്രിയ പാസ്റ്റർ പറഞ്ഞപ്പോൾ ഇത് കേട്ട് അതുപോലെ തന്നെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യരെ വിവേചിക്കുവാനുള്ളതായ ഒരു കൃപ എനിക്ക് തരണേമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥന ചില ആഴ്ചകൾ നിലനിന്നു. ഒത്തിരി നാളൊന്നും പ്രാർത്ഥിച്ചില്ല. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ആ വിവേചന വരം എന്നിലേക്ക് കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീടുള്ളതായ വർഷങ്ങളിൽ ആയിരക്കണക്കിന് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവർ, ഒത്തിരി കളിപ്പിലൊന്നും പറ്റിയില്ല. കാര്യം ആ വിവേചന വരം എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്തുവാണ് ശക്തമായ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിലിടയായി. ഈ ദിവസങ്ങളിൽ നമ്മളെ ഹല്ലേലൂയ നമ്മുടെ കൂട്ടുവിശ്വാസികളാകാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മളോട് ചക്രവാക്ക് പറയുന്ന ആളുകളായിരിക്കാം, നമ്മളെ പുകഴ്ത്തുന്ന ആളുകളായിരിക്കാം, പ്രധാന സ്ഥലത്ത് കൊണ്ട് നമ്മളെ ഇരുത്തുന്നവരായിരിക്കാം. എന്നാൽ നിന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലായിരിക്കണം, ഒന്ന് വിവേചിക്കുന്നുവെങ്കിൽ എന്തുവാണ് ചില അബദ്ധങ്ങളിൽ പോയി
വീഴുവാൻ നിനക്കിടയാകുകയില്ല. അപ്പോഴേ ഈ ദിവസങ്ങളിലെ വിവേചന വരത്തിന് വേണ്ടി എന്തുവാണ് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ഇത് ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് ഹല്ലേലൂയയും പറഞ്ഞ് കുറച്ച് പോസിറ്റീവ് ഇമ്പാക്ട് ചെയ്യുന്ന കുറച്ച് മെസ്സേജൊക്കെ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയയൊക്കെ കിട്ടും. ഹല്ലേലൂയ കൈയൊക്കെ അടിക്കും. ഹല്ലേലൂയ ശക്തമായി അന്യഭാഷയൊക്കെ പറയും. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞത് ഇനിയും പ്രസംഗിക്കുകയാണ്, ഇവിടെ പ്രാക്ടിക്കൽ മെസ്സേജ് കുറച്ചാൾ പ്രസംഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു പ്രാക്ടിക്കലായിട്ടുള്ളതായ മെസ്സേജ്. ഞാനപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഈ അടുത്ത വർഷങ്ങൾ മുഴുവൻ കൂടുതലും എന്നിൽ നിന്ന് കേൾക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ മെസ്സേജ് ആയിരിക്കും. കാര്യം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്ന അനുസരിച്ച് മൂവ് ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ട് എന്നെ തന്നെ സമർപ്പിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത കാലങ്ങളിൽ വലിയ കൈയടിയൊന്നും ഇവിടെ നിന്ന് ലഭിച്ചില്ലെങ്കിൽ എന്തുവാണ് ശക്തമായി ചില പ്രാക്ടിക്കൽ മെസ്സേജ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനോടൊന്ന് എന്നോട് ഒന്നിച്ചൊന്ന് എഗ്രി ചെയ്യുന്നൊരു കരങ്ങളെത്തി ഒന്ന് മഹത്വം കൊടുത്താടെ. ഹല്ലേലൂയ. അപ്പോഴേ രണ്ടാമത്തെ തന്ത്രം എന്തുവാണ്? ഹല്ലേലൂയ വ്യാജ സൽക്കാരമൊക്കെ ഒരുക്കി എന്താണ് വീഴ്ത്തുവാൻ നോക്കി, അവിടെയും പരാജയപ്പെട്ടു. എന്നാൽ മൂന്നാമത്തെ തന്ത്രം നോക്കിക്കോണം. ഹല്ലേലൂയ. അപ്പോഴേ രണ്ടാമത്തെ തന്ത്രത്തെ ജയിക്കുവാൻ വിവേചന വരം നമുക്ക് വേണം. മൂന്നാമത്തെ തന്ത്രം അതിൻ്റെ വായിക്കാം. ഷെറിനെ 13 വാക്യം മുതൽ വായിച്ചാട്ടെ. നീചന്മാരായ 2 ആളുകൾ വന്ന് അവന്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിന്റെ മുമ്പിൽ അവന് വിരോധമായി, നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത്തെ തന്ത്രം കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുമ അവന് വിരോധമായി, നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഇവരെയെല്ലാം ഈ ഇസബേൽ എന്തുവാണ് ഒരുക്കിയിരിക്കുകയാണ്. പ്രധാന സ്ഥലത്ത് പുള്ളി ഇരുത്തണം, ഒന്ന് പുകഴ്ത്തണം, നല്ല ആഹാരമൊക്കെ കൊടുക്കണം, അച്ചാനെ ഒന്ന് കിളത്തി കഴിയണം. അതൊക്കെ കഴിയുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തുവാണ്? അവന് രാജാവിന് വിരോധമായി അവൻ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് ഒരു വിരോധ സാക്ഷ്യം എന്തുവാണ് കെട്ടിയുണ്ടാക്കണം, മെനയണം. അപ്പോൾ ഒരു വിരോധ സാക്ഷ്യം മെനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അവൻ്റെ മേൽ ചുമത്തി എന്തുവാണ് പിന്നെ അവനെ കല്ലെറിഞ്ഞ് നമുക്ക് കൊല്ലാം. എന്നിട്ട് എന്തുവാണ് ഈ മുന്തിരിത്തോട്ടം എനിക്ക് പിടിച്ചെടുക്കണം എൻ്റെ ഭർത്താവായ ആഹാബിന് വേണ്ടി. അങ്ങനെ പ്ലാൻ ചെയ്തതായ ഹല്ലേലൂയ ആഹാബിൻ്റെ ഭാര്യ ഇസബേൽ നമുക്ക് അപ്പോൾ അവന് വിരോധമായി, നാബോത്തിന് വിരോധമായി എന്തുവാണ് ഒരു സാക്ഷ്യം പറയുന്നപ്പോൾ വിരോധ സാക്ഷ്യം ശത്രു ഉപയോഗിക്കുന്നതായ മറ്റൊരു തന്ത്രമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, വിരോധ സാക്ഷ്യം നിനക്കെതിരെ ഉപയോഗിക്കുമ്പോൾ മിണ്ടാതിരുന്നാൽ കർത്താവ് വലിയ ജയം തരും. യെസ്, പ്രലോഭനങ്ങളെ നീ ദൈവത്തിന്റെ വചനം കൊണ്ട് ജയിക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ വ്യാജ ഹല്ലേലൂയ സൽക്കാരങ്ങളെ ഒരുക്കി തന്നെ വീഴ്ത്തുവാനായിട്ട് ഒരുക്കുമ്പോൾ അതിനെ ജയിക്കേണ്ടതാണ് വിവേചന വരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നീ ജയിക്കണം. എന്നാൽ മൂന്നാമത് നിനക്കെതിരെ വിരോധ സാക്ഷ്യങ്ങൾ ഉയർത്തുമ്പോൾ എന്തുവാണ്? നീ മിണ്ടാതിരുന്നാൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന കർത്താവുണ്ട്. പലപ്പോഴും വിരോധ സാക്ഷ്യങ്ങളെ ഉയർന്നു വരുമ്പോൾ എന്തുവാണ് നമ്മൾ ഒന്ന് സംസാരിക്കാനൊന്ന് താല്പര്യപ്പെടും. നമ്മളും എന്തോ ചിലതൊക്കെ പറയുവാൻ നമുക്ക് ഒരു ഉന്മേഷം അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുവാനായിട്ട് എന്തുവാണ് നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ വിരോധികളെ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, വിരോധ സാക്ഷ്യങ്ങളെ നിനക്കെതിരെ പറയുമ്പോൾ, ദൂഷണം നിന്നെയും നിന്റെ കുടുംബത്തിന് എതിരെയും സംസാരിക്കുമ്പോൾ, ദൂഷണം പറഞ്ഞ് നിന്നെ എന്തുവാണ് നശിപ്പിക്കുവാന് ശത്രു എന്തുവാണ് ഹല്ലേലൂയ തന്ത്രങ്ങളെ മെനയുമ്പോൾ അതിൻ്റെ മുൻപിലെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞതായ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നീ ഒന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്തുവാണ് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നൊരു കർത്താവുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഈ ദിവസങ്ങളിൽ നമുക്കെതിരെ പ്രതിരോധ സാക്ഷ്യം അല്ലെങ്കിൽ ദൂഷണം പറയുമ്പോൾ, നമ്മുടെ ഉള്ള സാക്ഷ്യങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ശത്രു തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരുന്നാൽ മതി, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. യെസ്, ജോസഫിനെതിരെ പ്രലോഭനങ്ങളുണ്ടായി. എന്നാൽ അവനെ പിന്നീട് എന്തുവാണ് പൊത്തിപ്പേർ കൊണ്ട് പിന്നെ ജയിലിലിടുന്ന നമുക്ക് കാണാൻ കാരാഗ്രഹത്തിലിടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അവൾ അപവാദമൊക്കെ പറഞ്ഞെങ്കിലും ദൂഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തുവാണ് ഒരു അപവാദത്തിനെതിരെ
മിണ്ടാതിരുന്നതായ, ശാന്തമായിരുന്നതായ, ശബ്ദിക്കാതിരുന്നതായ ഒരു ജോസഫിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നീയും മിണ്ടാതിരുന്നാലേ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ദിവസം നമുക്കൊന്ന് പഠിക്കാം. ഹല്ലേലൂയ. പ്രലോഭനങ്ങളുടെ മധ്യത്തിലെ, അതുപോലെ ഹല്ലേലൂയ വ്യാജ സൽക്കാരങ്ങളെ ഒരുക്കി ആ തന്ത്രത്തിൽ വീഴ്ത്തുവാൻ ഒരുക്കുമ്പോഴേ ഹല്ലേലൂയ വിവേചന വര കർത്താവ് നമുക്ക് തരട്ടെ. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്കെതിരെ ദുഷികളെ വർദ്ധിക്കുമ്പോഴേ, ദൂഷണങ്ങൾ പറയുമ്പോഴേ, അപവാദങ്ങൾ പറയുമ്പോഴേ, റോങ് വിരോധ സാക്ഷ്യം കൊണ്ട് എന്നെ ഇതിൻ്റെ നശിപ്പിക്കുവാനായിട്ട് നോക്കുമ്പോഴേ, അതിൻ്റെ മധ്യത്തില് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാന്തമായി നിന്റെ ദൈവത്തോട് നീ കരയുന്നുവെങ്കിൽ, നീ പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിന്റെ വിരോധ സാക്ഷികളോട് സംസാരിക്കുക, ഇടപെടുകയും ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കുന്ന കർത്താവുണ്ട്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം നമുക്ക് വേണ്ടി എഴുതിക്കും. വിരോധ സാക്ഷ്യങ്ങളെ ഈ ദിവസങ്ങളിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് പറയാം, ഞാൻ മിണ്ടുകയില്ല, ഞാൻ മിണ്ടാതിരിക്കും, ഞാൻ ശാന്തമായിരിക്കും, ഞാൻ പ്രതികരിക്കയില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തുവാണ്? പ്രതികരിക്കും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് പ്രതികരിക്കുവാനായിട്ട് ഞാനും നീ എന്തുവാണ്? ഹല്ലേലൂയ സ്റ്റെപ്പുകളെ എടുക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ ഇവിടെ ഈ 3 തരത്തിലുള്ളതായ തന്ത്രമാണ് ശത്രു ഉപയോഗിച്ചത്. എന്നാൽ ഈ തന്ത്രത്തിൽ ഒന്നും എന്തുവാണ്? ഈ നീതിമാനായ ഇസ്രയേല്യനായ ഈ നാബോത്ത് വീണില്ല. എന്നാൽ അവനെ പുറത്തു കൊണ്ടുവന്ന് എന്തുവാണ്? അവനെ കല്ലെറിഞ്ഞ് കല്ലേറ് കൊണ്ട് മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ വിശ്വസിച്ചതായ അവൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിനു വേണ്ടി കല്ലേറ് കൊണ്ട് അവൻ മരിക്കുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു പുതിയ നിയമത്തിലെ ഹല്ലേലൂയ നമുക്കറിയാം, ഹല്ലേലൂയ കല്ലേറ് കൊണ്ട് ഹല്ലേലൂയ മരിച്ചതായ ഒരു സ്തെഫാനോസ്. എന്നാൽ ആ കല്ലേറുകളെ അവൻ്റെ ശരീരത്തെ ഹല്ലേലൂയ വന്ന് വീണുമ്പോഴും എന്തുവാണ്? ഹല്ലേലൂയ അവനെ ഒരു കാര്യം നമ്മൾ കണ്ടു, സ്വർഗം തുറന്ന് അവനെ സല്യൂട്ട് ചെയ്ത് ഹല്ലേലൂയ അവനെ സ്വീകരിച്ചതായ ഒരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നാബോത്ത് തൻ്റെ അവകാശത്തിന് വേണ്ടി എന്തുവാണ്? കല്ലേറ് കൊണ്ട് മരിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ നാബോത്തിനെ കണ്ടൊരു സ്വർഗമുണ്ട്, നാബോത്തിനെ കണ്ട ഒരു ദൈവമുണ്ട്. നമ്മൾ കണ്ണടയ്ക്കാം. സമയക്കുറവുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് പോലക്കാലം ഹല്ലേലൂയ നമുക്കൊന്ന് ആഗ്രഹിക്കാം, കർത്താവേ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ശത്രു കൊണ്ടിരുന്നായ പ്രലോഭനങ്ങളെ ജയിക്കുവാനായിട്ട് കർത്താവേ നിന്റെ വചനം എൻ്റെ നാവിൽ തരണമേ. ഹല്ലേലൂയ. ആ വചനം എന്ന ഇരുവായ്ത്തലുള്ള വാള് നമ്മുടെ പ്രലോഭന മധ്യത്തില് നമുക്കൊന്ന് എടുത്തൊന്ന് ഉപയോഗിക്കാം. ഇത് ഷെൽഫിൽ വെക്കാനുള്ളതല്ല. ഹല്ലേലൂയ. ഇത് വല്ലപ്പോഴും ഒന്ന് വായിക്കുവാനുള്ളതല്ല. ഹല്ലേലൂയ. എല്ലാ ദിവസവും നമുക്ക് പ്രലോഭനങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലും വായിലും വരട്ടെ. ആ വചനമെന്ന ആയുധം ഉപയോഗിച്ച് ഞാനും നീയും അഭിഹരിക്കുവാൻ പോകുന്നതായ പ്രലോഭനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയിക്കാം. അതുമാത്രമല്ല, ശത്രു നമ്മളെ ഹല്ലേലൂയ തന്ത്രങ്ങളിലൂടെ, വ്യാജ സൽക്കാരങ്ങളിലൂടെ, വ്യാജ ഓഫറിലൂടെ എന്നെയും നിന്നെയും ഹല്ലേലൂയ ഹല്ലേലൂയ നശിപ്പിക്കുവാൻ നോക്കുമ്പോഴേ, തളർത്തുവാൻ നോക്കുമ്പോഴേ, നമ്മളെ മുടിക്കുവാൻ നോക്കുമ്പോഴേ ഹല്ലേലൂയ ഈ ദിവസങ്ങളിലെ കർത്താവ് അത് അറിയുവാനുള്ളതായ, വിവേചിച്ച് അത് മനസ്സിലാക്കുവാനുള്ളതായ ഒരു ഇൻസൈറ്റ്, ഒരു കൃപ എനിക്ക് തരേണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വിവേചന വരത്താൽ കർത്താവ് നിന്നെ നിറയ്ക്കുവാൻ പോകുകയാണ്. ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ നമുക്കൊരു വിവേചന വരം വേണം. വിവേചിക്കുവാൻ നമ്മൾക്ക് ഒരു ഇൻസൈറ്റ് വേണം. അത് കർത്താവ് ചിലരെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് കൊടുക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന ചിലരെ കർത്താവ് അത് ഏൽപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ദിവസങ്ങളിലെ വിരോധ സാക്ഷ്യം നിനക്കെതിരെ എഴുന്നേറ്റ് സംസാരിക്കുമ്പോഴേ ഞാൻ എൻ്റെ വായ അനക്കുകയില്ല, ഞാൻ മിണ്ടാതിരിക്കും. എൻ്റെ കർത്താവെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ നീ ചില അത്ഭുതങ്ങൾ കാണുവാൻ പോകുകയാണ്. നിന്റെ ശത്രുക്കളെ മിത്രമാക്കി തീർക്കും. നിന്റെ ശത്രുക്കളോട് ദൈവം ഇടപെടും. കർത്താവ് അവരോട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കും. ഈ ദിവസങ്ങളിലെ ഹല്ലേലൂയ 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 വിരോധ സാക്ഷികളെ നമുക്ക് മിണ്ടാതിരുന്ന് അവരുടെ വാ നമുക്ക് അടപ്പിക്കാം യേശുവിൻ്റെ നാമത്തില്. അത് മാത്രമല്ല, ഇനിയും കർത്താവ് നിനക്ക് തന്നിരിക്കുന്നതായ അവകാശത്തെ കല്ലേറ് കൊണ്ട്
അല്ല, ഏത് രീതിയിൽ ഞാനൊന്ന് അവസാനിക്കേണ്ടി വന്നു പറഞ്ഞു അവസാനിക്കേണ്ടി വന്നാലും ഇന്ന് പോൽക്കാലം പറയാം, കർത്താവേ നീ തന്നിരിക്കുന്നതായ ഈ കൃപയിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. കർത്താവേ നിന്നെ അനുഗമിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ഇവിടെ തീരേണ്ടി വന്നു കഴിഞ്ഞാലും നീ എന്നെ പഠിപ്പിച്ചതായ സത്യത്തിന് വേണ്ടി, ഉപദേശങ്ങൾക്ക് വേണ്ടി കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി നിന്ന് ഞാൻ അവസാനിക്കുമെന്നുള്ളതായ ഒരു വലിയ തീരുമാനം നാബോത്തിനെ പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഹല്ലേലൂയ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും. നമുക്ക് അവസാനത്തോളം യാത്ര ചെയ്യുവാനിടയായി തീരും. ഇന്നുപോലെ കാലം ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നുപോലെ കാലം ഹല്ലേലൂയ ഈ വചനങ്ങളെ ഏറ്റെടുക്കുന്നവരെ ഒന്നുകൂടെ കരങ്ങളിൽ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇന്നുപോലെ കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വചനം മാറ്റമില്ലാത്തതാണ്. അങ്ങയുടെ വചനം ഇരുവായ്ത്തലയിൽ വാണാണ് കർത്താവേ. ഈ ദിവസങ്ങളിൽ പ്രലോഭനങ്ങൾ ഏറി വരുന്നതായ ഈ കാലയളവിൽ ആ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അങ്ങ് പ്രലോഭനങ്ങളെ വചനത്താൽ ജയിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ വചനം ഉപയോഗിച്ച് പ്രലോഭനങ്ങളെ ജയിക്കുവാനുള്ളതായ കൃപ കർത്താവേ ഞങ്ങളുടെ മേൽ നീ ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ വ്യാജ ഹല്ലേലൂയ സൽക്കാരങ്ങളുമായി ശത്രു കടന്നു വരുമ്പോൾ അതിനെ മനസ്സിലാക്കി കർത്താവെ തീരുമാനങ്ങൾ എടുക്കുവാൻ, അവൻ്റെ തന്ത്രത്തിൽ പെടാതെ കർത്താവെ ഹല്ലേലൂയ ഏത് പ്രധാന സ്ഥാനം ഓഫർ ചെയ്ത് കഴിഞ്ഞാലും അവൻ്റെ തന്ത്രങ്ങളിൽ വീഴാതെ നിനക്ക് വേണ്ടി നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിരോധ സാക്ഷ്യം കർത്താവേ ഞങ്ങളെക്കുറിച്ചോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ സൈലന്റ് ആയിരിക്കാൻ കർത്താവേ ഹല്ലേലൂയ വായനക്കാതെ മിണ്ടാതിരിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാബോത്ത് തൻ്റെ പിതാക്കന്മാരുടെ അവകാശം മുറുകെ പിടിച്ച് കല്ലേറുകൊണ്ട് മരിച്ചതുപോലെ ഈ ദിവസം കർത്താവേ അങ്ങ് തന്നിരിക്കുന്നതായ അവകാശങ്ങൾക്ക് വേണ്ടി അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏത് കർത്താവ് ചലഞ്ചസ് ഉണ്ടെങ്കിലും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം വരെ യാത്ര ചെയ്യാനുള്ളതായ കൃപ കർത്താവെ ഞങ്ങളുടെ മേലെ ഈ കർത്താവ് വർഷം തന്നെ നീ ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൽക്കാലം തന്ന വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.